Welcome to AAA Profit Analytics Weekly Market View dated 22nd June. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 24th മുതൽ 28th ജൂൺ വരെയുള്ള വീക്കിൻ്റെ ഔട്ട്ലുക്കാണ്. 27th Thursday ജൂൺ മാസത്തിൻ്റെ ഫ്യൂച്ചേഴ്സ് എക്സ്പയറി ആണ്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വീക്കിൽ മാർക്കറ്റ് കുറേയധികം വൊളൈറ്റൈൽ ആയിരിക്കും. ഓഫ് കോഴ്സ് കഴിഞ്ഞ വീക്കിൽ വൊളൈറ്റൈൽ അല്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. കഴിഞ്ഞ ആഴ്ച വളരെ വൊളൈറ്റൈലായിരുന്നു. നമ്മൾ കണ്ടതാണ് മോർണിംഗിൽ തിങ്കളാഴ്ച മോർണിംഗിൽ ഓൾമോസ്റ്റ് 100%ഓളം ഉയർന്ന് ഓപ്പൺ ചെയ്ത മാർക്കറ്റ് പിന്നീട് മൈനസിലാണ് പോയത്. അന്ന് ക്ലോസ് ചെയ്യുന്നത് 151 പോയിന്റോളം മൈനസായാണ് അന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരുന്നത്. അതിനുശേഷം നമ്മൾ കണ്ടു, നമുക്കിപ്പോൾ ഈ ചാർട്ടിൽ കാണാം. നോക്കൂ, നമ്മുടെ 15-minute ചാർട്ട് കഴിഞ്ഞ വീക്കിൽ നമ്മൾ അനലൈസ് ചെയ്ത ചാർട്ടാണ്. റെഡ് റെക്റ്റാങ്കിൾ കാണുന്നത് കഴിഞ്ഞ വീക്കിൻ്റെ ഡേയ്സ് ആണ്. 10th മുതൽ 14th വരെയുള്ള വീക്കിൽ നമുക്ക് ട്യൂസ്ഡേ ആ വീക്കിൽ 11th 12,000 ലെവലിൽ നിന്ന് മാർക്കറ്റ് താഴേക്ക് ഡിപ്പ് ചെയ്ത് വരാൻ തുടങ്ങിയ മാർക്കറ്റിൽ നമുക്ക് കാണാം. ആ കഴിഞ്ഞ തേഴ്സ്ഡേയിൽ 11,817 എന്നൊരു ലെവലിലേക്ക് ഡിപ്പ് ചെയ്തിരുന്നെങ്കിൽ മാർക്കറ്റ് പക്ഷേ മൺഡേ 11,657 ഈ വീക്കിൽ മൺഡേ 11,657 എന്നുള്ളൊരു റേഞ്ചിലേക്കാണ്, 600ൻ്റെ ആ ഒരു റേഞ്ചിലേക്ക് മാർക്കറ്റ് താഴെ ഉണ്ടായി. അതിനുശേഷം 18th വീണ്ടും 11,641 അതിനുശേഷം വെഡ്നെസ്ഡേയിൽ 11,625 ഡിപ്പ് തന്നെയാണ് നമ്മൾ കണ്ടത്. അതായത് ലാസ്റ്റ് വീക്കിൽ ട്യൂസ്ഡേ മുതൽ തുടങ്ങിയ താഴേക്കുള്ള ഡൗൺ ട്രെൻഡ് ഈ വീക്കിൽ വെഡ്നെസ്ഡേ വരെയും കണ്ടിന്യൂ ചെയ്തു. പക്ഷേ നമ്മൾ മാർക്കറ്റിൻ്റെ ഒരു വീക്ക്നെസ്സിൽ എല്ലാവരും വളരെ ഒരു പ്രതീക്ഷയില്ലാത്തൊരു രീതിയിലായിരുന്നു മാർക്കറ്റിൻ്റെ കഴിഞ്ഞ വീക്കിൽ കണ്ടിരുന്നെങ്കിൽ വ്യാഴാഴ്ച നമ്മൾ കണ്ടത് മാർക്കറ്റ് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റായിരുന്നു അല്ലേ. കഴിഞ്ഞ വീക്കിൽ 140 പോയിന്റ്സിൻ്റെ അപ്വേർഡ് മൂവ്മെൻറ്റോട് കൂടി 11,625 എന്നുള്ളൊരു ലോ ലെവൽ സെറ്റ് ചെയ്തതാണ് വെഡ്നെസ്ഡേ. അതിനുശേഷം തേഴ്സ്ഡേയിൽ മാർക്കറ്റ് റാലി ചെയ്ത് 11,843 എന്നുള്ളൊരു ഹൈ ലെവലിലേക്ക് വളരെ ഈസി ആയിട്ടന്ന് വരുന്നത് നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ മാർക്കറ്റിൻ്റെ 150 പോയിന്റ്സിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ വളരെ ഈസി ആയിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. നമുക്ക് വേറൊരു കാര്യം, നിഫ്റ്റിയിൽ ഇങ്ങനെയുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ടാകുമ്പോൾ നമുക്ക് വളരെ നല്ല രീതിയിൽ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസിൽ ലഭിക്കുമെന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ. കഴിഞ്ഞ വീക്കിൽ നമ്മൾ ഒരുപക്ഷെ കഴിഞ്ഞ 2 മാസത്തിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് എടുത്ത ഒരു വീക്കാണ് കഴിഞ്ഞ വീക്ക്. കാരണം മാർക്കറ്റിൻ്റെ നമ്മൾ കഴിഞ്ഞ വീക്കിൽ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ കണ്ടിരുന്ന ഒരു ഡിമാൻഡ് സോണിൽ വന്നതിന് ശേഷം നിഫ്റ്റിയിൽ നമ്മൾ എല്ലാ വീക്കിലും എവിടെയാണ് കറക്ഷൻ്റെ സപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് തിരിച്ചു പോകുക എന്നുള്ള കാര്യം നമ്മൾ എല്ലാ വീക്കിലും അനലൈസ് ചെയ്യുന്നതാണ്. അതേ ലെവലിൽ നിന്നും കൃത്യമായിട്ട് നമ്മുടെ 11,743 അതുപോലെ 11,624 എന്നുള്ളൊരു ലെവലിൽ നിന്നും മാർക്കറ്റ് തിരിഞ്ഞ് വളരെ കംഫർട്ടബിൾ നമുക്ക് കാണാൻ സാധിക്കും. 11,625 അതായത് 1 പോയിന്റിന്റെ ഡിഫറൻസ് ആണ് ലോവർ ലെവലിന്റെ ലെവലിൽ നിന്ന് ഡിമാൻഡ് സോണിൽ നിന്നും ഷാർപ്പായിട്ട് റീബൗണ്ട് ചെയ്ത് മാർക്കറ്റ് പോയപ്പോൾ നമുക്ക് വളരെയധികം പ്രോഫിറ്റ് നേടാൻ സാധിച്ചു അല്ലേ. ഞങ്ങളുടെ AAA സ്വിംഗ് നിഫ്റ്റി പൊസിഷണൽ റെക്കമെൻഡേഷനിൽ 2 പ്രാവശ്യമായിട്ട് ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് 200 പോയിന്റ്സിന്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചു. അതുപോലെ നമ്മൾ കഴിഞ്ഞ വീക്കിൽ ലോഞ്ച് ചെയ്തതാണ് പ്രീമിയം AAA നിഫ്റ്റി പ്രീമിയം റെക്കമെൻഡേഷൻസ്, ഓപ്ഷൻസിലുള്ള റെക്കമെൻഡേഷൻസ്. ആ റെക്കമെൻഡേഷൻസിലും ഓൾമോസ്റ്റ് 85% പ്രോഫിറ്റിൽ നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുണ്ടായി. അപ്പോൾ കഴിഞ്ഞ വീക്കിൽ എസ്പെഷ്യലി നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇലക്ഷൻ റിസൾട്ടിന് ശേഷം ഇൻഡിവിജ്വൽ സ്റ്റോക്സിലുള്ള ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. കഴിഞ്ഞ വീക്കിലൊക്കെ നമുക്ക് ഉജ്ജീവനെല്ലാം ഷോർട്ട് ചെയ്ത് നല്ല രീതിയിൽ പ്രോഫിറ്റ് നേടാൻ സാധിച്ചു. അതേസമയം വളരെ കംഫർട്ടബിൾ ആയിട്ട് നമ്മുടെ AAA പ്രോഫിറ്റ് അനലിറ്റിക്സിൻ്റെ ഏറ്റവും സ്ട്രെങ്ത് ഉള്ള ഏരിയ ആണ് നിഫ്റ്റി എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ കൃത്യമായിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡിലൂടെ തന്നെ അനലൈസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ വളരെ ഫ്രീ ആയിട്ട് തന്നെ എല്ലാവർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തരുന്ന ഒരു കാര്യമാണ് നിഫ്റ്റിയുടെ ഫ്ലക്ച്വേഷൻസോ അപ്പർ റേഞ്ചും ലോവർ റേഞ്ചും, അതുപോലെ തന്നെ ഡിമാൻഡ് സോണും സപ്ലൈ സോണും, അതുപോലെ തന്നെ അടുത്ത ഓരോ നിഫ്റ്റിയുടെ ലെവൽസും നമ്മൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യുന്ന ചാർട്ട്സിൽ മെയിൻ ചാർട്ട് വിത്ത് സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽസും ഞങ്ങളുടെ AAA പ്രോഫിറ്റ് അനലിറ്റിക്സിൻ്റെ വെബ്സൈറ്റിൻ്റെ ഏറ്റവും ബോട്ടം ലെവലിൽ ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്താൽ എൻലാർജ് ചെയ്ത് എപ്പോഴും നിങ്ങൾക്ക് വ്യൂ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. കാരണം ഇൻട്രാഡേയിലുള്ള മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷൻസിൽ ഏത് ലെവലിലാണ് ഇനി അടുത്ത സപ്പോർട്ട് ലെവലെന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയണമെങ്കിൽ, പ്രത്യേകിച്ചും കഴിഞ്ഞ വീക്കിലെല്ലാം മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 11,823 ലെവലിലാണെങ്കിൽ പെട്ടെന്നാണ് മാർക്കറ്റ് കറക്റ്റ് ചെയ്ത് 11,650 ലെവലിലേക്ക് വരുമ്പോൾ എല്ലാവരും പാനിക്കായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കുമല്ലോ. അപ്പോൾ അവിടെ ഏതാണ് കൃത്യമായിട്ടുള്ള അടുത്ത സപ്പോർട്ട് ലെവൽ എന്നുള്ളത് നമ്മുടെ ഈ ചാർട്ടിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞങ്ങൾ അവിടെ പ്രസൻറ്റ്
ചെയ്തിട്ടുണ്ട്. അത് ആ ലെവലിൽ നിന്ന് മാർക്കറ്റ് റീബൗണ്ട് ചെയ്ത് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു പക്ഷേ നിങ്ങൾ ഷോർട്ട് ആണെന്നുണ്ടെങ്കിൽ ആ ലെവൽസിൽ കവർ ചെയ്യാനും, അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും പൊസിഷൻ എടുക്കാനായിട്ട് ലോങ് പൊസിഷൻസ് എടുക്കാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ലെവലിൽ എൻട്രി ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് ചാർട്ടിൻ്റെ വളരെ നല്ല രീതിയിൽ ഒരു ഗൈഡായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഞങ്ങളിത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഇത് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാവുന്നൊരു ചാർട്ടായിട്ട് തന്നെയാണ് ഞങ്ങളത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ക്ലയൻസിനെ സംബന്ധിച്ചിടത്തോളം ഇൻട്രാഡേയിൽ ഉണ്ടാകുന്ന മാർക്കറ്റിലുണ്ടാകുന്ന മൂഡ് ചേഞ്ചസ് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കുറേയധികം ടെക്നിക്കലായിട്ടുള്ള പാരാമീറ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ സോഫ്റ്റ്വെയർസും അതുപോലെ ഞങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്രൊപ്രൈറ്ററി ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള പല പൊസിഷൻ അനാലിസിസുകളും ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പൊസിഷൻസ്, അവരുടെ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ ന്യൂസ് അനാലിസിസും എല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ബേസിക്കലി ചാർട്ടേഡ് അക്കൗണ്ടൻസ് തന്നെ ലീഡ് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ടീമാണ് നിഫ്റ്റിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഞങ്ങൾ ഈ റെക്കമെൻഡേഷൻസ് നൽകുന്നത്. അതുപോലെ ഞങ്ങളുടെ ഏറ്റവും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വേറൊരു സർവീസ് ആയിട്ടുള്ള ട്രിപ്പിൾ ഡെലിവറിയുടെ റെക്കമെൻഡേഷൻസും കൃത്യമായിട്ട് അവരെ കമ്പനിയുടെ ഫിനാൻഷ്യൽസും അതുപോലെ തന്നെ കമ്പനിയുടെ മാനേജ്മെൻറ്റിൻ്റെ പെർഫോമൻസും ക്രെഡിബിലിറ്റിയും അതുപോലെ പ്രോഡക്ട്സും ഇൻഡസ്ട്രിയുടെ പെർഫോമൻസും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡീപ്പായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമാണ് ഞങ്ങളൊരു റെക്കമെൻഡേഷൻ റിലീസ് ചെയ്യുന്നത്. അതുകൊണ്ട് എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ എൻട്രി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം പറ്റുന്ന ഒരു ഏറ്റവും കൂടുതൽ പേർക്ക് പറ്റുന്നൊരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാവുന്ന തുടങ്ങാവുന്ന ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പാൻ കാർഡും ആധാറും അതുപോലെ ഒരു ഫോട്ടോയും ഉണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒരു ചെക്ക് ലീഫ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിത്തിൻ 2 days നമുക്കൊരു ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് ഒരു വിത്തിൻ 1 week ഒരു 5 days ഒരു 7 daysനുള്ളിൽ തന്നെ നമുക്ക് സ്റ്റോക്സ് വാങ്ങാവുന്ന രീതിയിലുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും നമുക്ക് ലഭിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഓൺലൈനായിട്ട് ചെയ്യാനും നമുക്ക് സാധിക്കും. ഇപ്പോൾ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സ്റ്റോക്കുകൾ ഏത് വാങ്ങണം എന്നുള്ളതായിരിക്കും നോർമലി നമ്മൾ ആലോചിക്കുന്നത്. പലപ്പോഴും നമുക്ക് ഇനീഷ്യലി ഒരു മാർക്കറ്റിലേക്ക് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ട്രേഡിംഗ് അല്ലെങ്കിൽ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള ഒരു കൺഫ്യൂഷൻ തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ പലപ്പോഴും ട്രേഡിംഗിലേക്ക് പോകാനായിരിക്കും കൂടുതലും നമുക്ക് ടെൻഡൻസി ഉണ്ടാവുക. കാരണം പലപ്പോഴും നമുക്ക് ബ്രോക്കിംഗ് ഹൗസിലെല്ലാം അവിടെയുള്ള റെക്കമെൻഡേഷൻസ് എല്ലാം ട്രേഡിംഗ് ബേസ്ഡ് ആയിരിക്കും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം കൂടുതലും ബ്രോക്കറേജ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് ട്രേഡേഴ്സ് എന്നുള്ള കാറ്റഗറി ആയതുകൊണ്ട് പലപ്പോഴും നിങ്ങൾക്ക് ആദ്യം കിട്ടുന്ന ഗൈഡൻസ് എങ്ങനെ ഒരു ട്രേഡർ ആകാം എന്നുള്ളതിനെ കുറിച്ചായിരിക്കും. അപ്പോൾ ആ ട്രേഡർ ആകുമ്പോൾ എപ്പോഴും നമുക്കറിയേണ്ടത് നമ്മളൊരു സീരിയസ് ആയിട്ടൊരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ജോലിയിൽ ഇരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ട്രേഡിംഗ് ആക്ച്വലി പ്രാക്ടിക്കൽ അല്ല. അതുകൊണ്ട് തന്നെ അതിലേക്ക് പോകാതിരിക്കുക തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതേസമയം ഒരു ഇൻവെസ്റ്റർ ആവാനായിട്ടൊരു തിരക്കുള്ള ജോലിക്കാരനോ അല്ലെങ്കിൽ ഒരു ജോലിക്കാരനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ചെയ്യാവുന്ന വളരെ ഈസി ആയിട്ട് കുറച്ച് സമയം മാത്രം മാറ്റി വെച്ചുകൊണ്ട് ഈവൻ സാറ്റർഡേ സൺഡേ ഒക്കെ ജസ്റ്റ് കുറച്ച് സമയം മാറ്റി വെച്ചുകൊണ്ട് അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിനോ അല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതിനോ ഒരു വീക്കിൽ അല്ലെങ്കിൽ ഒരു ഡേയിലോ മാക്സിമം വേണ്ടി വരെ നമുക്കൊരു 10 minute ആയിരിക്കും. അപ്പോൾ അത്രയും സമയം കൊണ്ട് അത് നമുക്ക് പലപ്പോഴും നമ്മുടെ ജോലിയുടെ ഇടയിലുള്ള ഇന്റർവെൽസിൽ പോലും നമുക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ട്രേഡർ ആണോ ഇൻവെസ്റ്റർ ആണോ എന്നുള്ളൊരു കാര്യത്തിന്റെ ബേസിക് ആയിട്ട് നമ്മൾ ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ, നമ്മൾ ഇൻവെസ്റ്റർ ആണോ ആവണമെങ്കിൽ നമുക്ക് ഒരു തിരക്കുള്ള ഒരു ജോലിയിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇൻവെസ്റ്റർ ആകാൻ ശ്രമിക്കുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല രീതിയിൽ റിസൾട്ട് ലഭിക്കുക. അതുപോലെ അതേസമയം നമ്മൾ ട്രേഡർ ആകണമെങ്കിൽ കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാർക്കറ്റിനെ കുറിച്ച് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിലും അതിന്റെ റിസൾട്ട് നെഗറ്റീവ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒന്നുകിൽ നമുക്കൊരു പ്രൊഫഷണൽ സപ്പോർട്ടോടുകൂടി ട്രേഡിംഗിലേക്ക് പോകാം, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള ഫെസിലിറ്റീസ് നമ്മൾ മാർക്കറ്റിനെ പഠിക്കാനായിട്ടോ ടെക്നിക്കൽ അനാലിസിസിനെ കുറിച്ചും എല്ലാം ബേസിക് കാര്യങ്ങൾ, അതുപോലെ തന്നെ നമുക്കൊരു സോഫ്റ്റ്വെയറിന്റെ ബേസിക് ആയിട്ടുള്ള സപ്പോർട്ടോട് കൂടി ഒക്കെ ട്രേഡ് ചെയ്യണം. കാരണം നമുക്ക് ഇപ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് മാർക്കറ്റിൽ പല രീതിയിലുള്ള അഡ്വാൻസ് സോഫ്റ്റ്വെയർസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇതില്ലാതെ ചെയ്യുമ്പോൾ നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് ഈ ഫെസിലിറ്റീസ് ഉള്ളവരുടെ അടുത്താണ്. അപ്പോൾ നമ്മൾ വിജയിക്കാനുള്ള പ്രോബബിലിറ്റി വളരെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഒരു ട്രേഡർ ആകണമെങ്കിൽ നമുക്ക് അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് തീർച്ചയായിട്ടും വേണം. അതേസമയം ഇൻവെസ്റ്റർ ആവണമെങ്കിൽ നമുക്കൊരു ഏത്
ഏത് സ്റ്റോക്ക് വാങ്ങണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു അഡ്വൈസ് ലഭിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. അതേസമയം നമ്മൾ കുറേയധികം പേഷ്യൻസോടുകൂടി നമ്മൾ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ മാർക്കറ്റിലേക്ക് പുതിയതായിട്ട് എൻട്രി ചെയ്ത ഇൻവെസ്റ്റേഴ്സ്, പ്രത്യേകിച്ചും കഴിഞ്ഞൊരു വർഷത്തിൽ എൻട്രി ചെയ്ത ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിൽ ഇപ്പോൾ നടക്കുന്നത് എന്താണ് എന്നുള്ളൊരു ടോട്ടൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, മാർക്കറ്റിലേക്ക് നോർമലി ഇൻവെസ്റ്റേഴ്സ് എൻട്രി ചെയ്യുന്നത് ഇപ്പോൾ കഴിഞ്ഞ 2017-18 പീരീഡിൽ എൻട്രി ചെയ്യുമ്പോൾ മാർക്കറ്റ് ഒരു ഹൈ സ്പീഡിൽ പോകുന്ന മാർക്കറ്റിലാണ് പലപ്പോഴും വളരെ പോസിറ്റീവായ ന്യൂസുകൾ ഉണ്ടാവുക. പലപ്പോഴും നമുക്ക് ഒരു പുതിയ ഇൻവെസ്റ്റർ പലപ്പോഴും മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യുന്നത് എല്ലാം പോസിറ്റീവ് മാത്രം കാണുന്ന ഒരു സമയത്തായിരിക്കും. അവിടെ എല്ലാം വളരെ ഗ്രീൻ കളർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയുള്ളൊരു സമയത്ത് മാർക്കറ്റിലേക്ക് വരുമ്പോൾ നമുക്കും നമ്മൾ വാങ്ങുന്ന പല സ്റ്റോക്കുകളും 5%, 10% ഒക്കെ മുന്നോട്ട് പോകുന്നു. അതുപോലെ നമ്മളതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നു. ഇങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം കണ്ടുകൊണ്ടായിരിക്കും അവർ വരുന്നത്. അതായത് നമുക്ക് ഇതൊരു ഹൈ സ്പീഡിൽ പോകുന്നതാണ്. അതായത് ഒരു 5th ഗിയറിൽ പോകുന്ന ഒരു വെഹിക്കിൾ 5th ഗിയറിൽ പോകുന്ന ഒരു സിറ്റുവേഷൻ. അതായത് വളരെ ഈസി ആയിട്ട് 100 കിലോമീറ്റർ സ്പീഡിലൊക്കെ വണ്ടി പോകുന്ന ഒരു അവസ്ഥയാണ് അത്. അതിനുശേഷം പലപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ ഒരു വെഹിക്കിൾ പോകുന്ന അതേപോലെ തന്നെ ഫസ്റ്റ് ഗിയറിൽ വളരെ സ്ലോയിലും 2nd ഗിയറിലും 3rd ഗിയറിലൊക്കെ പോകുന്ന അവസ്ഥകൾ ഉണ്ടാകും എന്നുള്ളത് പലപ്പോഴും നമ്മൾ അറിയില്ല. ഇത് ഞാൻ എൻ്റെ പേഴ്സണലി ഞാൻ മാർക്കറ്റിൽ എൻട്രി ചെയ്തപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്, മാർക്കറ്റിന് പല സ്പീഡുകളുണ്ട്, പല അവസ്ഥകളുണ്ട്. അപ്പോൾ പലപ്പോഴും മാർക്കറ്റ് നമുക്കറിയാം, ഒരു വെഹിക്കിൾ ഫസ്റ്റ് ഗിയറിൽ പോയാൽ മാത്രമേ അതിന് ആ പീരീഡ് കഴിഞ്ഞ് അത് 2nd ഗിയറിലേക്ക് 3rd ഗിയറിലേക്ക് ഇട്ട് 5th ഗിയറിൽ പോയി ഹൈ സ്പീഡിൽ വളരെ ഹാപ്പി ആയിട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് മാർക്കറ്റിൽ ഇപ്പോൾ മാർക്കറ്റ് കഴിഞ്ഞൊരു ഓൾമോസ്റ്റ് ഒരു 6 months ആയിട്ട് ഫസ്റ്റ് ഗിയറിൽ പോകുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയും തന്നെ അതിന് കാണേണ്ട കാര്യമുള്ളൂ. കാരണം അടുത്ത മറ്റുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നമുക്കറിയാം മാർക്കറ്റിൽ ഒരു ക്ലീനപ്പ് പ്രോസസ്സ് നടക്കുന്നുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. കാരണം നമുക്കറിയാം കുറേയധികം ബ്ലാക്ക് മണിയും അതുപോലെ കുറേയധികം ഫണ്ട് പല രീതിയിൽ മിസ്മാനേജ് ചെയ്തുകൊണ്ടുമുള്ള പല കമ്പനികളുടെയും പല കാര്യങ്ങളും ഇപ്പോൾ ബ്ലോക്ക് ആയിരിക്കുകയാണ്. പലപ്പോഴും ബാങ്കിൽ ഡിഫോൾട്ട് വരുത്തിയാലും പല പ്രശ്നങ്ങളുണ്ടാകാറില്ല. അപ്പോൾ നമുക്കറിയാം പല കമ്പനീസും അങ്ങനെയുള്ള പ്രോസസ്സ് നിന്നും എല്ലാം തിരിച്ച് അവരുടെ ഈവൻ അസറ്റ്സ് എല്ലാം വിറ്റുകൊണ്ട് വേണമെങ്കിൽ പോലും ഡെറ്റ് എല്ലാം വളരെ ഒരു കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള രീതിയിലേക്ക് ഈ പ്രോബ്ലംസ് വരാത്ത രീതിയിലേക്ക് റീസ്ട്രക്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പീരിയഡാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ആ ക്ലീനപ്പ് പ്രോസസ്സ് കഴിഞ്ഞാൽ നമ്മൾ എസ്പെഷ്യലി റീറ്റെയിൽ ക്ലയൻസിനെ സംബന്ധിച്ചിടത്തോളം പല കമ്പനീസും വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യും. അപ്പോൾ ആ ഒരു ക്ലീനപ്പ് പ്രോസസ്സിൻ്റെ ഇടയിലുള്ള ഈ സ്ലോ ഡൗൺ ആണ് ഇപ്പോൾ നടക്കുന്നത്. ഫസ്റ്റ് ഗിയറിൽ 2nd ഗിയറിലൊക്കെ പോകുന്നതുകൊണ്ടാണ് പല കമ്പനീസിൻ്റെയും നമുക്കറിയാം വളരെ സ്ലോ ആണ് മൂവ് ചെയ്യുന്നത്. പലപ്പോഴും ചില സ്റ്റോക്കുകളെല്ലാം താഴെയും പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പീരീഡിനെ നമ്മൾ സഹിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം അതിനുശേഷം സ്പീഡുള്ള പീരീഡിൽ വരും. അപ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാൻ ഇഷ്ടം പോലെ സമയം ലഭിക്കുകയും ചെയ്യും. നമുക്കൊരു വളരെ എക്സാമ്പിളായിട്ട് ഞാനൊരു എക്സാമ്പിൾ നമുക്ക് എടുത്ത് നോക്കാം. ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഈ ചാർട്ട് പേജ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന കമ്പനിയുടെ ചാർട്ടാണ്. ഈ കമ്പനി 2009 325 ട്രേഡ് ചെയ്തിരുന്ന സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കാണ് 2018 34,000 മുന്നേറിപ്പോയത്. ഈ പേജ് ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് കേട്ടിട്ടുണ്ടാവില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മളിലൊരു മോർ ദാൻ 70% ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ജോക്കി അണ്ടർ ഗാർമെൻറ്റ്സ് അല്ലേ. ഈ ജോക്കി എന്ന ഈ അണ്ടർ ഗാർമെൻറ്റ്സ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ് ഈ പേജ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ഈ കമ്പനി ആക്ച്വലി 2009 ലിസ്റ്റ് ചെയ്യുമ്പോൾ ഈ 300 ലെവലിലെല്ലാം ഞാൻ വാങ്ങിയിരുന്ന സ്റ്റോക്കാണ്. ഞാനിപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ട് ഈ സ്റ്റോക്ക്. കാരണം നമുക്കറിയാം ഇതൊരു നമ്മുടെ സൊസൈറ്റി ഇന്ത്യയിലെ സൊസൈറ്റിയിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി പ്രോഡക്ട്സിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇത്രയധികം 125 crores പോപ്പുലേഷൻ ഉള്ള ഒരു കൺട്രിയിൽ അങ്ങനെയുള്ള യൂത്ത് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് വളരെ നല്ലൊരു പ്രീമിയം പ്രൈസിങ്ങോടുകൂടി വിൽക്കാൻ സാധിക്കുന്ന ഒരു പ്രോഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കും. ആ കമ്പനിക്ക് നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കുമെന്നുള്ളൂ. അങ്ങനെയുള്ള പെർഫോമൻസ് തീർച്ചയായിട്ടും അവർക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല
എനിക്ക് തന്നത്. പക്ഷേ അതുപോലെ തന്നെ ആ ഒരു നല്ല രീതിയിലുള്ള നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കമ്പനിക്ക് ആ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിയിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുകയും അത് തന്നെ അതിൻ്റെ ആ കമ്പനിയുടെ പ്രൈസിങ്ങിലും അത് റിഫ്ലക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ മാർക്കറ്റിൽ നമ്മൾ കണ്ടൊരു ചേഞ്ചാണ് 325 നിന്ന് 2009 325 നിന്നും ഈ പ്രൈസ് 34,000 2018 വന്നതിന് ശേഷം ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് കഴിഞ്ഞ് ഫ്രൈഡേ ക്ലോസ് ചെയ്തിരിക്കുന്നത് 20,887 അപ്പോൾ നമുക്ക് ഈ പ്രൈസിൻ്റെ മൂവ്മെൻറ്റിനിടയിൽ നമുക്ക് പലപ്പോഴും കാണാം സ്റ്റോക്ക് പലപ്പോഴും കറക്റ്റ് ചെയ്ത് പോകുന്നത് കാണാം പല രീതിയിൽ. അതായത് കഴിഞ്ഞ 10 ഇയേഴ്സിൻ്റെ ആ പീരീഡിൽ മാർക്കറ്റിൽ പലപ്പോഴും ഇത് കറക്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ കറക്ഷൻസ് ഇതിൽ ഇന്നവിറ്റബിൾ ആയിട്ടുള്ള ഒരു പീരീഡാണ്. അതൊരു ഇടയ്ക്ക് ഉണ്ടാകുന്ന ഒരു സ്ലോ ഡൗൺ ആയിട്ട് മാത്രമേ അതിന് കാണേണ്ട കാര്യമുള്ളൂ. അങ്ങനെ മാർക്കറ്റിൽ ഇങ്ങനെയുള്ള ചില സ്പീഡ് ചേഞ്ചസിനെ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ട് അവിടെ തന്നെ നിൽക്കുക എന്നുള്ളതാണ് ഒരു ഇൻവെസ്റ്റർ പഠിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ നമ്മൾ പലരും മാർക്കറ്റിൽ ഈ ഹൈ സ്പീഡിൽ എൻ്റർ ചെയ്തതിന് ശേഷം അങ്ങനെ വരുന്ന ഒരു ബോറിംഗ് പീരീഡിനെ വളരെ പേഷ്യൻസോടുകൂടി ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഹൈ സ്പീഡ് വരുന്ന ഒരു സമയത്ത് നല്ല രീതിയിൽ റിട്ടേൺ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിന് ഉപയോഗിക്കാവുന്നതാണ്. കഴിഞ്ഞ കണ്ടിന്യൂസ് ആയിട്ട് മൂന്നാമത്തെ വീക്കിൽ മാർക്കറ്റ് നെഗറ്റീവ് ടോണിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. പ്രത്യേകിച്ചും കഴിഞ്ഞ വീക്കിൽ നമുക്കറിയാം ഇന്ത്യയിൽ മൺസൂൺ ഡിലേ ആയി എന്നുള്ളത് ഒരു നെഗറ്റീവ് ന്യൂസായി തന്നെയാണ് മാർക്കറ്റിലേക്ക് എഫക്റ്റ് വന്നത്. അതുപോലെ തന്നെ ക്രൂഡ് പ്രൈസിൽ കഴിഞ്ഞ വീക്കിലൊരു ജമ്പ് 4% ഉണ്ടായിരിക്കുന്ന ഒരു ജമ്പ് ആക്ച്വലി മാർക്കറ്റിന് ഒരു നെഗറ്റീവ് ന്യൂസായിട്ട് ഫ്രൈഡേയിൽ എഫക്റ്റ് ചെയ്യുകയുണ്ടായി. തേഴ്സ്ഡേയിൽ വളരെ നല്ല രീതിയിൽ പോസിറ്റീവായി ട്രേഡ് ചെയ്തിരുന്ന മാർക്കറ്റിൽ ഫ്രൈഡേ നമുക്ക് കാണാൻ സാധിച്ചത് ക്രൂഡിലുണ്ടായിട്ടുള്ള ജമ്പ്, ഇറാനും യുഎസും തമ്മിലുള്ള പുതിയ ക്ലാഷസിനെ കുറിച്ചുള്ള ടോക്കെല്ലാം മാർക്കറ്റിലൊരു നെഗറ്റീവായുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടായതുകൊണ്ട് തന്നെയാണ് മാർക്കറ്റിൽ 107 പോയിന്റ്സ് നെഗറ്റീവായിട്ട് ഫ്രൈഡേ മാർക്കറ്റ് ക്ലോസ് ചെയ്യാനായിട്ടുണ്ടായ കാരണം. നമുക്കറിയാം ബ്രന്റ് ക്രൂഡ് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് $64.78. എന്തായാലും ഈ ക്രൂഡിന് മുന്നോട്ടുള്ള മുന്നോട്ട് ഇനിയും പോവുകയാണെങ്കിൽ മാർക്കറ്റിന് ഒരു നെഗറ്റീവ് ന്യൂസ് തന്നെയാണ് അത്. പക്ഷേ സപ്ലൈ കൂടുതൽ വരികയാണെങ്കിൽ എന്തായാലും ഈ ഒരു 65 ലെവലിലൊക്കെ തന്നെ ക്രൂഡ് ഓയിൽ കണ്ടിന്യൂ ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇനി മാർക്കറ്റ് ഉറ്റുനോക്കുന്ന അടുത്ത ഒരു പ്രധാന ഇവന്റ് 5th നടക്കുന്ന ബഡ്ജറ്റ് സ്പീച്ചാണ്. പുതിയ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ പ്രസന്റ് ചെയ്യുന്ന ബഡ്ജറ്റിന് വരുന്ന എന്തെല്ലാം കാര്യങ്ങളുടെ റെപ്രസെൻറ്റേഷൻസ് ആണ് വരുന്നത് എന്നുള്ളതായിരിക്കും ഇനി പ്രധാനമായിട്ടും മാർക്കറ്റ് ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം. അതുപോലെ നമ്മുടെ കറൻസി കഴിഞ്ഞ വീക്കിൽ ക്രൂഡ് ഓയിൽ പ്രൈസ് മുന്നോട്ട് പോയെങ്കിലും കറൻസി സ്ട്രെങ്തൻ ചെയ്ത് 69.57 ക്ലോസ് ചെയ്യാനായിട്ട് നമ്മുടെ ഇന്ത്യൻ റുപ്പിക്ക് US ഡോളറിന് അഗൻസ്റ്റ് സാധിച്ചിട്ടുണ്ട്. അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു സൈനായിട്ട് തന്നെ നമുക്ക് കാണാം. അടുത്തായി നമുക്കിനി നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ 5-year സ്വിംഗ് ചാർട്ടാണ്. നമുക്കറിയാം കഴിഞ്ഞ ദിവസത്തിൽ മാർക്കറ്റിൽ 12,103 ഒരു ഹൈ സെറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് താഴെ 11,625 വരെയും ഒരു സ്വിംഗ് ലോ സെറ്റ് ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തിൽ 11,724 ക്ലോസ് ചെയ്തിരിക്കുന്നത്. മാർക്കറ്റിൻ്റെ നമ്മളൊരു വീക്ക്ലി ലെവലിൽ ഒരു മീഡിയം ടൈം ഔട്ട്ലുക്കോടുകൂടി നോക്കുമ്പോൾ മാർക്കറ്റിൻ്റെ ലോ ലെവൽ സപ്പോർട്ട് ലഭിക്കുക 11,388 ലെവലിലായിരിക്കും. അതുപോലെ തന്നെ അപ്പർ റേഞ്ചിൽ ഒരു മീഡിയം ടൈം അപ്പർ ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാവുന്നത് 12,430 ലെവലാണ്. നമുക്ക് കാണാൻ സാധിക്കും 2014 മാർക്കറ്റിൻ്റെ ആ റാലി തുടങ്ങിയതിന് ശേഷം പല സ്വിംഗ് ലോസ് സെറ്റ് ചെയ്തതും 6,825 ഒരു ലോ സെറ്റ് ചെയ്തിരുന്നു, 7,893 ഒരു ലോ സെറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം 9,951 ലോ സെറ്റ് ചെയ്തതിന് ശേഷം ഫ്രഷ് ലൈഫ് ടൈം ഹൈ വീണ്ടും സെറ്റ് ചെയ്ത് 10,004 ഒരു സ്വിംഗ് ലോ സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്കിപ്പോൾ ഒരു 12,103 എന്നുള്ളൊരു സ്വിംഗ് ഹൈ സെറ്റ് ചെയ്തതിന് ശേഷമുള്ള ഒരു കറക്ഷൻ ഫേസിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്തായാലും ഈ ഒരു കൺസോളിഡേഷൻ കുറച്ച് ദിവസം കൂടെ ഈ ബഡ്ജറ്റിന് ശേഷം നമുക്കൊരു വീണ്ടും ഒരു ബ്രേക്ക് ഔട്ടോടുകൂടിയുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു മുന്നോട്ടുള്ള ഒരു റാലിയിൽ നമ്മുടെ മാർക്കറ്റിന് മേജറായിട്ടുള്ള റെസിസ്റ്റൻസ് നിഫ്റ്റിക്ക് റെസിസ്റ്റൻസ് വരിക 12,430 ലെവലിലായിരിക്കും. അതിനുശേഷം വീണ്ടും നമ്മുടെ മാർക്കറ്റ് ഒരു സ്വിംഗ് ലോ
സെറ്റ് ചെയ്യാനായിട്ട് തിരിച്ചു വന്നതിന് ശേഷമായിരിക്കും അടുത്ത അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഈ സ്വിംഗ് ചാർട്ടിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീക്കിൽ മാർക്കറ്റിൽ നമ്മളിപ്പോൾ കാണുന്നത്, കഴിഞ്ഞ വീക്കിൽ നമ്മൾ കണ്ടിരുന്ന ഡിമാൻഡ് സപ്ലൈ സോൺ ടെസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ നമ്മൾ കണ്ടിരുന്ന ഒരു സപ്പോർട്ട് ലെവലായിരുന്നു 11,743, അതുപോലെ തന്നെ 11,614 എന്നുള്ളൊരു ലെവൽ. ആ ലെവലിൽ നമ്മൾ കാണുകയുണ്ടായി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അനാലിസിസ് ആണ് നമ്മൾ ഈ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യത്തിന് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ വീക്കിൽ നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റിൽ ഒരു പക്ഷേ നമുക്കൊരു 11,820 ലെവലിൽ നിന്നും 11,600 ലെവലിലേക്കുള്ള മാർക്കറ്റിന് ഒരു കറക്ഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കില്ല എന്ന് എല്ലാവർക്കും തോന്നാമെങ്കിലും നമ്മൾ കഴിഞ്ഞ വീക്കിൽ വെഡ്നെസ്ഡേ നമ്മൾ കണ്ടതാണ് 11,625 എന്നുള്ള ഒരു ലോ സെറ്റ് ചെയ്യുന്നത് മാർക്കറ്റിൽ. അപ്പോൾ നമുക്ക് ഈ ഡിമാൻഡ് സോൺ നമ്മൾ നേരത്തെ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് നോർമലി വളരെ ഇത്രയും ഗ്യാപ്പിലുള്ളൊരു ഡിമാൻഡ് സോൺ അല്ലെങ്കിൽ ഒരു സപ്ലൈ സോൺ ആവില്ല നമ്മൾ പലപ്പോഴും ഐഡന്റിഫൈ ചെയ്യുന്നത്. മാക്സിമം ഒരു 50 പോയിന്റ്സ് 100 പോയിന്റ്സ് ആണെങ്കിൽ ഇവിടെ നമുക്കറിയാം കുറച്ച് വൈഡ് ആയിട്ടുള്ളൊരു റേഞ്ച് ആയിരുന്നു. മോർ ദാൻ 150 പോയിന്റ്സിലധികം ഉള്ളൊരു വൈഡ് ആയിട്ടുള്ളൊരു ഡിമാൻഡ് സോൺ ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അങ്ങനെയാണ് ടെക്നിക്കൽ ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ ആക്ച്വൽ ആയിട്ടുള്ളൊരു ഫിഗറാണ് നമ്മളതിൽ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 11,743 താഴെ എപ്പോൾ വേണമെങ്കിലും മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് പോകാമെന്നുള്ളൊരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നതാണ്. അപ്പോൾ നമുക്കത് കാണാൻ സാധിക്കും. 11,625 ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് 11,843ലേക്ക് ഷാർപ്പായിട്ട് റീബൗണ്ട് ചെയ്ത് പോയത്. ആ ഒരു ട്രേഡിങ് ഞങ്ങൾ വളരെ നല്ല രീതിയിൽ ചെയ്യുകയും നല്ല രീതിയിൽ നമ്മൾ പ്രോഫിറ്റ് നേടാനും സാധിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ അനാലിസിസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഡിമാൻഡ് സോൺ സപ്ലൈ സോൺ എന്നുള്ളത്. നമുക്കിനി അടുത്ത വീക്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാവുന്ന ഒരു ഡിമാൻഡ് സപ്ലൈ സോണാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തായാലും നമുക്കിപ്പോൾ ഈ കറണ്ട് ഡിമാൻഡ് സോണിൽ നിന്നും റീബൗണ്ട് ചെയ്ത് പോകുന്ന മാർക്കറ്റ് ഇപ്പോൾ ഇറാനും യുഎസും തമ്മിലുള്ള ഒരു ഇഷ്യൂ അധികം വഷളാകാതെ പോവുകയാണെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് മാർക്കറ്റ് അടുത്ത സപ്ലൈ സോണായിട്ടുള്ള 11,901 അതുപോലെ 11,931 എന്നുള്ളൊരു സപ്ലൈ സോൺ വരെ മുന്നേറും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതായത് മാർക്കറ്റിലെ ഒരു ഡിപ്പിൽ നമുക്ക് എൻട്രി ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു 11,900 ലെവലിൽ, ഇത് സ്പോട്ട് ലെവൽസ് ആണ് ഞാൻ സംസാരിക്കുന്നത്, ആ ലെവലിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ടുള്ളൊരു അവസരം തീർച്ചയായിട്ടും ലഭിക്കുമെന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ മാർക്കറ്റിൻ്റെ നെക്സ്റ്റ് വീക്കിൽ ഫ്യൂച്ചേഴ്സ് എക്സ്പയറി ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ട്രേഡ് ചെയ്യണം. അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റ്സിലും ഇപ്പോൾ പൊളിറ്റിക്കലായിട്ടുള്ള ടെൻഷൻസ് ഉള്ളത് കൊണ്ട് ക്യാരി ഓവർ ചെയ്യുമ്പോൾ എപ്പോഴും വളരെ കെയർഫുള്ളായിട്ട് പൊസിഷൻസ് ക്യാരി ഓവർ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. നമുക്കിനി നിഫ്റ്റിയുടെ മെയിൻ ചാർട്ട് ഒന്ന് നോക്കാം. ഈ നിഫ്റ്റിയുടെ മെയിൻ ചാർട്ടിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്ന ലെവൽസിൽ നമുക്കറിയാം 200 DMA ഇപ്പോഴും വരുന്നത് 11,095 ആണ്. ഈ 11,095 ലെവലിൽ നിന്ന് മാർക്കറ്റ് അതിന് മുകളിൽ ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മാർക്കറ്റ് എപ്പോഴും ഒരു ബുള്ളിഷ് ഏരിയയിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. അത് നോർമലി മാർക്കറ്റിൽ ഇതുപോലെയുള്ള ഒരു ബുള്ളിഷ് ഏരിയയിലേക്ക് നിഫ്റ്റി പോയി കഴിഞ്ഞാൽ മറ്റുള്ള സ്റ്റോക്കുകളെല്ലാം ബുള്ളിഷായി തന്നെ ട്രേഡ് ചെയ്യാറാണ് പതിവ്. പക്ഷെ നമുക്കറിയാം ഇപ്പോൾ മാർക്കറ്റിൽ മേജറായിട്ടുള്ള കുറേയധികം സ്റ്റോക്കുകൾ ബുള്ളിഷ് ട്രെൻഡിലും അതേസമയം കുറേയധികം മിഡ് ക്യാപ് സ്റ്റോക്കുകൾ കൺസോളിഡേഷൻ ഫേസിലും അല്ലെങ്കിൽ ഒരു കറക്ഷൻ ഫേസിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുകയുണ്ടായി നമ്മൾ പല സ്റ്റോക്കുകളിലും ഷാർപ്പായിട്ടുള്ള ഫ്ലക്ച്വേഷൻസ്, എസ്പെഷ്യലി ജെറ്റ് എയർവേസും അതുപോലെ ദിവാൻ ഹൗസിംഗ് ഫിനാൻസും യെസ് ബാങ്കും ഒക്കെ വളരെയധികം ഹെവി ആയിട്ടുള്ള ഫ്ലക്ച്വേഷൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുന്നത്. നമ്മൾ വളരെ AAA പ്രോഫിറ്റ് അനാലിറ്റിക്സിൻ്റെ ട്രേഡിംഗ് റെക്കമെൻഡേഷൻസിൽ ഞങ്ങൾ ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം ഒരു ദിവസത്തിൽ വലിയ ഫ്ലക്ച്വേഷൻസ് ഉള്ള സ്റ്റോക്കുകളിൽ ഒരുപക്ഷെ നമ്മൾ റൈറ്റ് സൈഡിലാവുകയാണെങ്കിൽ കുറേയധികം പ്രോഫിറ്റ് ലഭിക്കുമെങ്കിലും അങ്ങനെയുള്ള ഒരു സ്റ്റോക്കുകളിലുള്ള പ്രോഫിറ്റിനേക്കാൾ നല്ലത് വളരെ വളരെ സോളിഡ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ഉള്ള ടെക്നിക്കലി നമുക്ക് മനസ്സിലാക്കി ട്രേഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകളിൽ ട്രേഡ് ചെയ്യുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് ഒരു ലോങ് ടേം ആയിട്ടുള്ള പ്രൊഫഷനായിട്ട് നമ്മൾ ട്രേഡിങ്ങിന് കൊണ്ടുപോകണമെങ്കിൽ എപ്പോഴും ഇതുപോലെയുള്ള ഒരു ദിവസത്തിൽ 20%, 30%, ഈവൻ നമ്മൾ കാണുകയുണ്ടായി ഈവൻ 90% ഒക്കെ ജെറ്റ് എയർവേസ് കഴിഞ്ഞ വീക്കിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ ട്രേഡ് ചെയ്യാൻ പോയാൽ ഒരുപക്ഷെ നമ്മുടെ ക്യാപിറ്റലെല്ലാം ഒരു ദിവസം കൊണ്ട് തന്നെ വൈപ്പ് ഔട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ സ്റ്റോക്കുകൾ പലപ്പോഴും സീലിങ്ങിലും അല്ലെങ്കിൽ ഫ്ലോറിങ്ങിലൊക്കെ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരുപക്ഷെ നമ്മൾ എൻട്രി
ട്രേഡ് ചെയ്താൽ നമുക്ക് വിചാരിച്ച അത്ര എളുപ്പത്തിൽ എക്സിറ്റ് ചെയ്യാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്റ്റോക്കുകളെ നമ്മൾ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുക. നമ്മുടെ വെൽത്തിന് കൂടുതലായിട്ടുള്ള പെട്ടെന്ന് നമ്മൾ കൂടുതൽ പ്രോഫിറ്റ് നേടാൻ സാധിക്കുമെന്ന് കരുതി അങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ പെട്ടെന്ന് പോയി ട്രേഡ് ചെയ്യുന്നതിനേക്കാളും ഇങ്ങനെ പ്രശ്നങ്ങളുള്ള സ്റ്റോക്കുകളിൽ നിന്ന് മാറി വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് പ്രോഫിറ്റ് എടുത്ത് പോകാവുന്ന രീതിയിലുള്ള നല്ല സ്റ്റോക്കുകളിൽ ട്രേഡ് ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജി ഫോളോ ചെയ്യുക തന്നെയാണ് നമ്മളിപ്പോൾ വേണ്ടത്. നമുക്കിപ്പോൾ നമ്മുടെ മെയിൻ ചാർട്ടിൽ നമുക്ക് കാണാം നിഫ്റ്റിയുടെ 11,869 എന്നുള്ളൊരു ലെവലാണ് നിഫ്റ്റിക്ക് ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് ആയി നിൽക്കുന്നത്. അതിന് താഴെ വരികയാണെങ്കിൽ നിഫ്റ്റിക്ക് ഫസ്റ്റ് സപ്പോർട്ട് ലഭിക്കുന്നത് 11,722 അതിന് താഴെ വരുമ്പോൾ 11,488 എന്നുള്ള ലെവലിലും നെക്സ്റ്റ് സപ്പോർട്ട് ലെവലായിട്ട് വരും. അപ്പർ റേഞ്ചിൽ മാർക്കറ്റിന് ഇപ്പോഴുള്ള റെസിസ്റ്റൻസ് 11,869 മുകളിലുള്ളൊരു റെസിസ്റ്റൻസ് ഇപ്പോൾ ലൈഫ് ടൈം ഹൈ ആയിട്ടുള്ള 12,103 എന്നൊരു ലെവൽ എപ്പോഴും ഒരു സൈക്കോളജിക്കൽ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് തുടരും. അതിനുശേഷം വരുന്ന റെസിസ്റ്റൻസ് 12,210 എന്നുള്ളൊരു ലെവലാണ്. കഴിഞ്ഞ വീക്കിൽ ഒരു ട്രേഡിംഗ് പാറ്റേൺ ഒന്ന് നോക്കാം. ഈ ട്രേഡിംഗ് പാറ്റേൺ കഴിഞ്ഞ വീക്കിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരുന്നത് 14th ജൂണിന് ക്ലോസ് ചെയ്തിരുന്നത് 11,823 അതിനുശേഷം നമുക്ക് കാണാം മൺഡേയിൽ പുതിയൊരു ഹൈ ആയിട്ടുള്ള 11,844 സെറ്റ് ചെയ്തതിന് ശേഷം അന്ന് തന്നെ മാർക്കറ്റിൽ 151 പോയിന്റ്സിൻ്റെ സെൽ ഓഫോട് കൂടി ക്ലോസ് ചെയ്തത്. അന്ന് ഒരു ലോ സെറ്റ് ചെയ്തത് 11,657 അന്ന് ക്ലോസ് ചെയ്തിരുന്നത് 11,672 ക്ലോസ് ചെയ്തിരുന്നത്. ഓൾമോസ്റ്റ് ഏറ്റവും ലോയ്ക്ക് അടുത്ത് തന്നെയാണ് ക്ലോസ് ചെയ്തത്. അന്ന് 151 പോയിന്റ്സിൻ്റെ ലോസാണ് നമ്മൾ കണ്ടത് അല്ലേ, ഒരു ഹെവി ആയിട്ട് സെൽ ഓഫ്. അതിനുശേഷം 18th 19 പോയിന്റ്സിൻ്റെ ഒരു അപ്വേർഡ് മൂവ്മെൻറ്റും അതിനുശേഷം 19th യാതൊരു ചേഞ്ചും ഇല്ലാതെ 11,625 ക്ലോസ് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് 3 days ടോട്ടലി ഒരു ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള 3 days ആണെങ്കിൽ അതിനുശേഷം 4th ഡേ അന്ന് നമുക്കറിയാം നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയൊക്കെ ഓപ്ഷൻസിൻ്റെ എക്സ്പയറി ആണ് ഈ തേഴ്സ്ഡേയിൽ വരുന്നത്. അങ്ങനെയുള്ള ദിവസങ്ങളിൽ പലപ്പോഴും ഇപ്പോൾ മാർക്കറ്റ് വളരെ വിചിത്രമായിട്ടുള്ള രീതിയിൽ മൂവ് ചെയ്യാറുണ്ട്. അപ്പോൾ താഴേക്ക് ഇത്രയധികം മൂവ് ചെയ്തതിന് ശേഷം അന്ന് നമ്മൾ കണ്ടത് 140 പോയിന്റ്സിൻ്റെ ഷാർപ്പായിട്ടൊരു അപ്വേർഡ് മൂവ്മെൻ്റ് ആണ്. നമുക്ക് ആ ക്യാൻഡിൽ കണ്ടാൽ അറിയാം അത്രയധികം മൂവ്മെൻ്റ് ആണ്. അന്ന് ലോ സെറ്റ് ചെയ്തിരിക്കുന്നത് 11,635 അതിനുശേഷം ഹൈ സെറ്റ് ചെയ്തിരിക്കുന്നത് 11,843.5 അപ്പോൾ നമുക്ക് മൺഡേയിലെ ക്യാൻഡിലിൽ അതുപോലെ തന്നെ തേഴ്സ്ഡേയിലെ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ വിചിത്രമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നത് മൺഡേ ഹൈ അന്ന് സെറ്റ് ചെയ്തിരുന്നത് 11,844 അതിനുശേഷം താഴെ ലോ സെറ്റ് ചെയ്തിരുന്നത് 11,657 ആണെങ്കിൽ തേഴ്സ്ഡേയിൽ നോക്കുക അന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത് ലോ 11,635 ആണെങ്കിൽ അതിനുശേഷം അന്ന് 140 പോയിന്റ്സിന് മുന്നോട്ട് പോയി അന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത് 11,843.5 ഒരു ഹൈ ആണ്. അതായത് ഓൾമോസ്റ്റ് 0.5 ഡിഫറൻസ് മാത്രമാണ് മൺഡേയും തേഴ്സ്ഡേയുടെയും ഹൈ തമ്മിലുള്ളത്. അതായത് ഒരു വലിയ സെൽ ഓഫിന് ശേഷം തേഴ്സ്ഡേ അതെല്ലാം റിക്കവർ ചെയ്ത് തിരിച്ചു വന്നിരിക്കുകയാണ് മാർക്കറ്റ്. അതിനുശേഷമാണ് ഇപ്പോൾ ഫ്രൈഡേയിൽ യുഎസും ഇറാനും തമ്മിലുള്ള ഒരു പ്രശ്നം ഉടലെടുത്തപ്പോൾ ക്രൂഡിലുണ്ടായ സ്പൈക്കിനെ തുടർന്ന് 107 പോയിന്റ്സ് കറക്റ്റ് ചെയ്തെന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നമുക്കിനിയും നെക്സ്റ്റ് വീക്കിലെ ഒരു ട്രേഡിംഗ് റേഞ്ച് ഒന്ന് നോക്കാം. നെക്സ്റ്റ് വീക്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ട്രേഡിംഗ് റേഞ്ച് 11,722 അതുപോലെ തന്നെ 12,210 ഇടയിലുള്ള ഒരു ട്രേഡിംഗ് റേഞ്ചാണ് നമുക്കിനി നെക്സ്റ്റ് വീക്കിൽ എക്സ്പെക്ട് ചെയ്യാവുന്നത്. അതുപോലെ നമുക്കിനി നെക്സ്റ്റ് നോക്കാനുള്ളത് വൊളാറ്റിലിറ്റി ഇൻഡെക്സിൻ്റെ ചാർട്ട് ഒന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് വൊളാറ്റിലിറ്റി ഇൻഡെക്സിൻ്റെ ചാർട്ടാണ്. വൊളാറ്റിലിറ്റി ഇൻഡെക്സിൽ കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നത് 14.61 കഴിഞ്ഞ അതിന് മുമ്പുള്ള ഫ്രൈഡേയിൽ 13.89 ക്രോസ് ചെയ്തിരുന്നത്. അപ്പോൾ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് വളരെ താഴ്ന്ന് നമുക്ക് കാണാം 13.18 വരെയും ഇലക്ഷൻ റിസൾട്ടിനോടനുബന്ധിച്ച് പോയ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് വളരെ കൂൾ ഓഫ് ചെയ്ത് വന്ന് 11.61 ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിന് ഷാർപ്പായിട്ടൊരു സെൽ ഓഫ് ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഓരോ ഷാർപ്പ് ഇപ്പോൾ ഉണ്ടാകുന്ന ഇൻട്രാഡേയിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് നിഫ്റ്റിയിലുള്ള ട്രേഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ സെൽ ഓഫുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്കൊരു ഡിമാൻഡ് സോണിൽ എൻ്റർ ചെയ്യുകയും അതുപോലെ തന്നെ സപ്ലൈ സോണിൽ എക്സിറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടുള്ള നല്ല രീതിയിലുള്ള ട്രേഡിങ്ങിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും ഇനി വരും ദിവസങ്ങളിൽ എസ്പെഷ്യലി നിഫ്റ്റിയും അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും ഉണ്ടാകുക. നിഫ്റ്റിയിലുള്ള ട്രേഡിങ്ങിന് തന്നെയായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ ബജറ്റ് കഴിയുന്നത് വരെയുമുള്ള ദിവസങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാവുന്ന കാര്യം. അടുത്തായി നമുക്കിനി നെക്സ്റ്റ് വീക്കിലെ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി ഒന്ന് പ്ലാൻ ചെയ്യും. നെക്സ്റ്റ് വീക്കിൽ നമുക്കറിയാം ജൂൺ മന്തിൻ്റെ ഫ്യൂച്ചേഴ്സ് എക്സ്പയറി വരുന്നത് തേഴ്സ്ഡേ ആണ്.
എന്തായാലും ഈ മന്ത്ലി ഒരു ഫ്യൂച്ചേഴ്സ് എക്സ്പയറി എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ ഇന്ത്യയിൽ എല്ലാവരും ട്രേഡിംഗ് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം എല്ലാ വ്യാഴാഴ്ചയും ആദ്യം ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻസ് എക്സ്പയറി ഉണ്ടായിരുന്നില്ല, വീക്കിലി എക്സ്പയറി ഉള്ള വീക്കിലി ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതേസമയം ഇപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നിഫ്റ്റിയുടെ ഓപ്ഷൻസും വീക്കിലി ഓപ്ഷൻസും ലോഞ്ച് ചെയ്തതിന് ശേഷം എല്ലാ വ്യാഴാഴ്ചയും ഒരു എക്സ്പയറിയുടെ അതേ ഫീലിംഗ് തന്നെയാണ് ഇപ്പോൾ വരുന്നത്. കാരണം ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് പലപ്പോഴും ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ പലപ്പോഴും നമ്മൾ കാണുന്നത് സ്റ്റോക്കിലുള്ള ട്രേഡിങ്ങിനുള്ള ഫണ്ടിനുള്ള മാർജിൻസും എല്ലാം യൂസ് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യുന്നത് നിഫ്റ്റിയുടെ അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻസിലാണ്. ഇപ്പോൾ കൂടുതലും നിഫ്റ്റിയുടെ ഓപ്ഷൻസിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ പലപ്പോഴും ഇൻസ്റ്റിറ്റ്യൂഷൻസ് തേഴ്സ്ഡേസിൽ ഓപ്ഷൻ റൈറ്റ് ചെയ്യുന്നതിന് നമുക്കറിയാം വലിയ ഹെവി ആയിട്ടുള്ള മാർജിൻസ് ആവശ്യമുണ്ട്. അങ്ങോട്ട് അതിലേക്ക് പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സംബന്ധിച്ചിടത്തോളം ക്രോർസിൻ്റെ മാർജിൻ അവരുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരിക്കും. കാരണം അവരുടെ ഹോൾഡിങ്സിനെ അഗൻസ്റ്റൊക്കെ ആയിട്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ സിമ്പിളായിട്ട് അന്ന് പലപ്പോഴും ഓപ്ഷൻസ് റൈറ്റ് ചെയ്യാനും അതിനുശേഷം ആ പ്രോഫിറ്റ് നേടാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മളും ഈ വീക്ക്ലി ഓപ്ഷൻസ് തുടങ്ങിയതിന് ശേഷം എസ്പെഷ്യലി നമ്മുടെ എല്ലാ വ്യൂവേഴ്സിനെ അറിയാം, ഞങ്ങളുടെ ഒരു സ്പെഷ്യലൈസേഷൻ എപ്പോഴും നിഫ്റ്റിയിൽ കൃത്യമായ രീതിയിലുള്ള നമുക്ക് അനലൈസ് ചെയ്ത് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് നമ്മൾ വീക്കിലി. അതുപോലെ തന്നെ നമുക്ക് ഓരോ ദിവസത്തിലും നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാകുന്ന മൂവ്മെൻറ്റ് മനസ്സിലാക്കിക്കൊണ്ട് നിഫ്റ്റിയിൽ ഞങ്ങളുടെ ട്രേഡേഴ്സ് പാക്കേജിൽ നിഫ്റ്റിയുടെ ഒരു ബൈയിങ് റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് റെക്കമെൻഡേഷനും അതുപോലെ തന്നെ നിഫ്റ്റിയുടെ ഓപ്ഷനിൽ ഒരു ബൈയിങ് അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് ഒരു ബൈയിങ് കോൾ ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു പുട്ട് ഓപ്ഷൻ ബൈയിങ്ങിനുള്ള റെക്കമെൻഡേഷൻ ഞങ്ങൾ നിങ്ങളുടെ ആ പാക്കേജിൽ ഉൾപ്പെടുത്തി കൊടുക്കാറുള്ളതാണ്. അപ്പോൾ ആ ഒരു റെക്കമെൻഡേഷൻ ഒരു ഡേയിൽ കൃത്യമായിട്ടുള്ള മാർക്കറ്റിന്റെ ബ്രേക്ക്ഔട്ടുള്ള സമയത്ത് ട്രേഡ് ചെയ്ത് ഒരു 30 പോയിന്റ്സോളം നിഫ്റ്റിയിൽ പ്രോഫിറ്റ് നേടുകയും അതുപോലെ തന്നെ നിഫ്റ്റിയുടെ ഓപ്ഷൻസിൽ ഒരു 10 അല്ലെങ്കിൽ ഒരു 20 പോയിന്റ്സ് എങ്കിലും പ്രോഫിറ്റ് നേടുന്ന രീതിയിലുള്ള ട്രേഡ്സ് ആണ് ഞങ്ങൾ നിഫ്റ്റിയിൽ അല്ലെങ്കിൽ നിഫ്റ്റിയുടെ ഓപ്ഷൻസിൽ ചെയ്യാറുള്ളത്. പക്ഷേ ഒരു ഡിഫറൻസ് വന്നിട്ടുള്ളത് നമുക്കറിയാം, വീക്ക്ലി ഓപ്ഷൻസ് വന്നപ്പോൾ പ്രീമിയത്തിൽ കാര്യമായിട്ടുള്ള ഡിഫറൻസ് വന്നു. കാരണം ഓരോ മന്തിൻ്റെയും ബിഗിനിങ്ങിൽ പ്രീമിയംസ് ലാസ്റ്റ് എക്സ്പയറി ഡേ 4th വീക്കിൽ ഉള്ള എക്സ്പയറി ഡേയിലുള്ള ഓപ്ഷൻസ് മാത്രം ഉണ്ടായിരുന്ന സമയത്ത് വലിയ എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, എല്ലാ വീക്ക്ലി ഓപ്ഷൻസിൽ തന്നെ നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനകത്ത് അതിലുണ്ടാകുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പൊസിഷൻസും എല്ലാം അനലൈസ് ചെയ്ത് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ റെക്കമെൻഡേഷൻസ് നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓൾമോസ്റ്റ് ഒരു 90% ആക്യുറസിയോടുകൂടി തന്നെ ഞങ്ങൾക്ക് നിഫ്റ്റിയിലെ ഇൻട്രാഡേ ട്രേഡിങ്ങും അതുപോലെ തന്നെ നിഫ്റ്റിയുടെ ഓപ്ഷൻസിലുള്ള ട്രേഡിങ്ങും ചെയ്യാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ നല്ല രീതിയിൽ നമുക്കത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ വീക്കിൽ ഞങ്ങളൊരു ഈ വീക്ക്ലി ഓപ്ഷൻസ് അനലൈസ് ചെയ്ത് കാര്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ബാക്ക് ടെക്സ്റ്റിങ്ങിന് ശേഷം ആണ് ഞങ്ങളൊരു പുതിയ ട്രിപ്പിൾ പ്രോഫിറ്റിൻ്റെ നിഫ്റ്റി ഓപ്ഷൻ പ്രീമിയം എന്നുള്ളൊരു പാക്ക് കഴിഞ്ഞ വീക്കിൽ ലോഞ്ച് ചെയ്തിരുന്നത്. ഞങ്ങളത് ആ ലോഞ്ച് ചെയ്ത പാക്കിൽ വളരെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ വീക്കിൽ ഒരു റിസൾട്ട് ലഭിക്കുകയുണ്ടായി. ആ ഒരു റിസൾട്ടും അതിലുണ്ടായിരിക്കുന്ന ഞങ്ങൾക്ക് നേടാൻ സാധിച്ച ഒരു പ്രോഫിറ്റിൻ്റെ കൃത്യമായൊരു പിക്ചർ ഞാൻ നിങ്ങൾക്ക് തരാം. കാരണം അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയാണ് ഈ നിഫ്റ്റിയുടെ ഓപ്ഷൻസിൽ വീക്ക്ലി ഓപ്ഷൻസിൽ ലഭിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞങ്ങൾ കഴിഞ്ഞ ഈ പ്രീമിയം പൊസിഷൻസ് ഞങ്ങൾ പലപ്പോഴും ഒരു പൊസിഷണലായിട്ടാണ് ഞങ്ങൾ ഈ ഓപ്ഷൻസിൻ്റെ പ്രീമിയം പലപ്പോഴും ഹോൾഡ് ചെയ്യേണ്ടി വരും. 1-2 ദിവസം മാക്സിമം ഹോൾഡ് ചെയ്യാവുന്ന രീതിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പൊസിഷൻ എടുക്കുന്നത് കറണ്ട് ഇപ്പോൾ തേഴ്സ്ഡേ ഈ വീക്കിലെ തേഴ്സ്ഡേ ആണ് വീക്കിലാണെങ്കിൽ ഞങ്ങളുടെ എടുക്കുന്നത് നെക്സ്റ്റ് തേഴ്സ്ഡേയിൽ എക്സ്പയറി ആവുന്ന കോൺട്രാക്റ്റിലായിരിക്കും. കാരണം അതിൽ കുറേ കൂടി നമുക്ക് റിസ്ക് കുറച്ചുകൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വീക്കിൽ നിഫ്റ്റി ഓപ്ഷൻ പ്രീമിയം റെക്കമെൻഡേഷനായിട്ട് ഞങ്ങൾ എടുത്തിരുന്നത് 27th ജൂണിൽ എക്സ്പയറിയിൽ ക്ലോസ് ചെയ്യുന്ന 11,900 കോൾ ഓപ്ഷനാണ്. ഞങ്ങൾ 18th ജൂണിന് നമുക്ക് സ്ക്രീനിൽ കാണാം നിങ്ങൾക്ക് 18th ജൂണിന് ഞങ്ങൾ ഇതിൽ എൻ്റർ ചെയ്തിരുന്നത് 27 rupeesലാണ്. അപ്പോൾ 27 rupeesന് ഞങ്ങൾ എൻ്റർ ചെയ്തതിന് ശേഷം 19th മാർക്കറ്റിൽ ഓൾമോസ്റ്റ് ഒരു 45 വരെയും നമുക്ക് 19th മൂവ് ചെയ്ത ഈ സ്റ്റോക്ക്
പക്ഷെ നമുക്ക് കാണാം 20th ഞങ്ങളുടെ 55 എന്നുള്ള ടാർഗറ്റ് അന്ന് 140 പോയിന്റ്സിന്റെ മൂവ്മെന്റ് നമുക്കറിയാം. ഒരു ഡിമാൻഡ് സോണിൽ നിന്നുള്ള റീബൗണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു റെക്കമെൻഡേഷൻ ആയിരുന്നു അത്. അന്ന് നമുക്ക് 20th 55 എത്തിയപ്പോൾ നമുക്ക് ലഭിച്ച പ്രോഫിറ്റ് നമുക്ക് കാണാൻ കൃത്യമായിട്ട് 85% പ്രോഫിറ്റ് ജസ്റ്റ് 3 ഡേയ്സിനുള്ളിൽ നമുക്കത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അങ്ങനെയുള്ള വളരെ റിവാർഡിംഗ് ആയിട്ടുള്ള നമുക്കറിയാം 85% പ്രോഫിറ്റ് ഒരു ട്രേഡിങ്ങിൽ ലഭിക്കുക എന്നുള്ളതും അതും വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്കറിയാം. ഇതിൽ നമ്മൾ എടുത്തിരിക്കുന്ന റിസ്ക് എന്ന് പറയുന്നത് 27 റുപ്പീസിന്റെ റിസ്ക് മാത്രമാണ്. നമുക്കറിയാം ഒരു ഓപ്ഷൻ ഷ്രിങ്ക് ചെയ്ത് പോയാലും 0 വരെ പോവുള്ളൂ അല്ലേ. അങ്ങനെയുള്ള ഒരു ഓപ്ഷനിൽ നമ്മൾ അതേസമയം നമുക്കറിയാം മുന്നോട്ട് പോകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളത് ബൈ ചെയ്തതിന് ശേഷം ഹോൾഡ് ചെയ്ത് സെക്കൻഡ് ഡേയിൽ നമ്മൾ ബുക്ക് ചെയ്യുന്നത് 55 അന്ന്. അപ്പോൾ നമുക്കറിയാം ഓൾമോസ്റ്റ് 100% പ്രോഫിറ്റ് ഉണ്ട് 55 എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു നമ്മൾ നമ്പർ ഓഫ് ട്രേഡ്സിനല്ല ഈ മെത്തേഡിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒരു വീക്കിൽ ഒരു ട്രേഡ് ആയിരിക്കാം, അല്ലെങ്കിൽ 2 ട്രേഡ് ആയിരിക്കാം. അതേസമയം തന്നെ ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുകയാണെങ്കിൽ 3-4 ട്രേഡ് ചെയ്യാം. പക്ഷേ നമ്മൾ നമ്പർ ഓഫ് ട്രേഡ്സിനല്ല നിഫ്റ്റിയുടെ ടെക്നിക്കൽ ബ്രേക്ക്ഔട്ട്സിനും അതുപോലെ തന്നെ ലെവൻസിനും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഏറ്റവും കുറച്ച് ട്രേഡുകൾ അതേസമയം ഏറ്റവും മാക്സിമം പ്രോഫിറ്റ് ഓൾമോസ്റ്റ് 100% പ്രോഫിറ്റ് ലഭിക്കാവുന്ന രീതിയിലുള്ള ട്രേഡ്സ് ആണ് നമ്മൾ അതിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ നിഫ്റ്റിയുടെ AAA ഓപ്ഷൻ പ്രീമിയം എന്നുള്ളൊരു പാക്കേജ് ആണ് നമ്മളിപ്പോൾ പുതിയ ലോഞ്ച് ചെയ്തതാണ്. നെക്സ്റ്റ് വീക്കിൽ നമ്മൾ 2 റെക്കമെൻഡേഷനെങ്കിലും ഇതിൽ കൊടുക്കാവുന്ന രീതിയിലുള്ള പ്ലാനിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കിനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഞങ്ങളുടെ കഴിഞ്ഞ വീക്കിൽ ഞങ്ങൾക്ക് നിഫ്റ്റിയുടെ സ്വിംഗ് പൊസിഷണൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന നിഫ്റ്റി ഫ്യൂച്ചറിൽ സ്വിംഗ് പൊസിഷണലായിട്ട് കൊടുക്കുന്ന റെക്കമെൻഡേഷൻസിൽ 2 റെക്കമെൻഡേഷൻസ് ഞങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ലാസ്റ്റ് വീക്കിൽ സാധിച്ചിരുന്നു. ആദ്യം ഞങ്ങൾ നൽകിയിരുന്നത് 18th ജൂണിന് 11,735 അതിനുശേഷം നമുക്കറിയാം 19th ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു വൊളാറ്റിലിറ്റി എക്സ്പെക്ട് ചെയ്തിരുന്നതുകൊണ്ട് ഞങ്ങളന്ന് 11,810 ഞങ്ങളത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ആ ഫസ്റ്റ് ട്രേഡിൽ 75 പോയിന്റ്സിൻ്റെ പ്രോഫിറ്റ് നമുക്ക് ലഭിക്കുകയുണ്ടായി. അതിനുശേഷം വീണ്ടും അന്ന് മാർക്കറ്റ് വളരെ താഴെ ലെവലിൽ വന്നപ്പോൾ നമ്മൾ ഈ സെയിം എൻട്രി ലെവലിൽ തന്നെ ഓൾമോസ്റ്റ് അറ്റ് ദ സെയിം ലെവൽ എൻട്രി ലെവലിൽ തന്നെ നമ്മൾ 19th 11,725 വീണ്ടും നിഫ്റ്റിയിൽ ലോങ് പൊസിഷൻസ് എടുത്തിരുന്നത്. അതിനുശേഷം ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരുന്നത് 11,850 ലെവലിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ നമുക്ക് വീണ്ടും 125 പോയിന്റ്സിൻ്റെ പ്രോഫിറ്റ് നമുക്കതിൽ ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് 200 പോയിന്റ്സിൻ്റെ പ്രോഫിറ്റ് ഞങ്ങൾക്ക് നിഫ്റ്റിയുടെ സ്വിംഗ് പൊസിഷണൽ എന്നുള്ള ആ പാക്കേജിൽ ഞങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഒരു സിംഗിൾ ലോട്ട് ട്രേഡ് ചെയ്യുന്ന ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം പോലും 15,000 പ്രോഫിറ്റ് സ്വിംഗ് പൊസിഷണൽ റെക്കമെൻഡേഷൻസിൽ ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഞങ്ങൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻസിൽ മാത്രമാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഞങ്ങൾ കഴിഞ്ഞ 20 ഡേയ്സിൽ സിംഗിൾ ട്രേഡ് പോലും ഈ നിഫ്റ്റി സ്വിംഗ് പൊസിഷനിൽ ചെയ്തിരുന്നില്ല. കാരണം മാർക്കറ്റിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു 200 പോയിന്റ്സിൻ്റെ അടുത്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുമ്പോഴാണ് ഞങ്ങൾ ഈ നിഫ്റ്റിയുടെ സ്വിംഗ് പൊസിഷനിൽ എന്നുള്ള റെക്കമെൻഡേഷൻ പോകുന്നത്. പക്ഷേ ഞങ്ങൾ ട്രേഡ് ചെയ്തപ്പോൾ 2 ട്രേഡ് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 2 ഡേയ്സിൽ നമ്മൾ 18th 19th ചെയ്ത് ഞങ്ങൾ ആ 200 പോയിന്റ്സിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുകയാണ് ഉണ്ടായത്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ട്രേഡ്സ് അല്ല ഈ നിഫ്റ്റി സ്വിംഗ് പൊസിഷനിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ലെസ് ട്രേഡ്സ്. പക്ഷേ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് എന്നുള്ളൊരു മെത്തേഡിലൂടെയാണ് ഞങ്ങൾ നിഫ്റ്റി സ്വിംഗ് പൊസിഷണൽ എന്നുള്ളൊരു മെത്തേഡിൽ ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ AAA സ്വിംഗ് ഡെലിവറിയുടെ AAA സ്വിംഗ് അനലിറ്റിക്സിൻ്റെ ഒരു പ്രത്യേകതയാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ റൈറ്റിംഗ് തേഴ്സ്ഡേയിൽ നൽകുന്നത്. നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ഈ ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ റൈറ്റിംഗ് റെക്കമെൻഡേഷൻ ക്ലയൻസിന് നൽകുന്ന ഒരേ ഒരു സ്ഥാപനം AAA പ്രോഫിറ്റ് അനാലിറ്റിക്സ് ആണ്. അപ്പോൾ നോക്കൂ, ഞങ്ങൾ ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ 30,500 പുട്ട് ഓപ്ഷനാണ് തേഴ്സ്ഡേയിൽ ഞങ്ങൾ റൈറ്റ് ചെയ്തിരുന്നത്. 55 ഞങ്ങൾ റൈറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാം ഈ ചാർട്ടിൽ. അതിനുശേഷം ഒരിക്കൽ പോലും ഈ ഓപ്ഷൻ അതിന് മുകളിലേ പോകാതെ താഴെ വന്ന് അന്ന് മാർക്കറ്റ് തിരിച്ചു കയറി പോയപ്പോൾ 1 ഞങ്ങൾക്ക് അന്ന് തേഴ്സ്ഡേയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ റൈറ്റിംഗ് ആണെങ്കിലും AAA സ്വിംഗ് പൊസിഷണൽ ആയിട്ടുള്ള നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ നിഫ്റ്റിയുടെ പ്രീമിയം റെക്കമെൻഡേഷൻസ് ഉള്ള ട്രേഡിംഗ് ആണെങ്കിലും നിഫ്റ്റിയിലോ അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലോ ഞങ്ങളുടെ ഉള്ള സ്പെഷ്യലൈസേഷൻ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഞങ്ങൾ ഇൻട്രാഡേയിലാണെങ്കിലും നിഫ്റ്റിയുടെ
ഫ്യൂച്ചറിൽ ഞങ്ങൾ കഴിഞ്ഞ തേഴ്സ്ഡേയിൽ ഞങ്ങൾ 11,750 എൻ്റർ ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തത് സെക്കൻഡ് ടാർഗറ്റായിട്ടുള്ള 11,810 ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ സെക്കൻഡ് ടാർഗറ്റിലാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഫ്രൈഡേയിൽ മാർക്കറ്റ് വീക്ക് ആയിരുന്നുകൊണ്ട് ഞങ്ങൾ നിഫ്റ്റിയിൽ ഷോർട്ടായിരുന്നു. 11,785 ഷോർട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ 11,730 ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയുണ്ടായി. അപ്പോൾ നിഫ്റ്റിയുടെ ട്രേഡിങ്ങിൽ ഒരു പ്രത്യേകത, എപ്പോഴും നമുക്ക് മാർക്കറ്റിന് ഒരു ട്രെൻഡ് ഉണ്ടായാൽ മതിയല്ലേ. നമുക്ക് മാർക്കറ്റ് മുകളിലേക്ക് താഴേക്ക് പോകണമെന്നില്ല, നമുക്ക് എങ്ങോട്ട് പോയാലും പ്രശ്നമില്ല. പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു ട്രെൻഡുള്ള ദിവസങ്ങളിൽ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് നേടിക്കൊണ്ട് തന്നെ നമുക്ക് നിഫ്റ്റിയുടെ ട്രേഡിംഗ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇനി നെക്സ്റ്റ് വീക്കിൽ മാർക്കറ്റിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് നിഫ്റ്റിയുടെ ജൂൺ മാസത്തിൻ്റെ ഫ്യൂച്ചേഴ്സ് എക്സ്പയറി ജൂണിൽ വരുന്നതാണ് ഒരു പ്രധാനപ്പെട്ട ഘടകം. അതുപോലെ തന്നെ വരുന്നത് 28 വരുന്ന ഇന്ത്യയുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് ഡാറ്റ, മെയ് മാസത്തിലെ ഫിസിക്കൽ ഡെഫിസിറ്റ് ഡാറ്റ വരുന്നുണ്ട്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ 28 തന്നെ വരുന്നതാണ് മെയ് മന്തിലെ IIP ഡാറ്റയും. IIP ഡാറ്റയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ഡാറ്റ കൂടെ മാർക്കറ്റിൽ ഒരു ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു IIP ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഡയറക്ഷനിലേക്ക് മാർക്കറ്റിന് ഒന്ന് ഇമ്പാക്റ്റ് ഉണ്ടാകാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ നമുക്കിനി നെക്സ്റ്റ് നോക്കാനുള്ളത് ഒരു ടെക്നിക്കലി നമുക്ക് ഒരു അനാലിസിസോടുകൂടി ഒരു റെക്കമെൻഡേഷൻസ് ഒന്ന് നോക്കാം. നമുക്ക് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഉജ്ജീവൻ എന്നുള്ള സ്റ്റോക്കാണ്. ഉജ്ജീവൻ കഴിഞ്ഞ ദിവസങ്ങൾ നമുക്ക് കാണാം 365 ലെവലിൽ നിന്നും ഉജ്ജീവൻ ഫിനാൻഷ്യൽ സർവീസസിൻ്റെ ചാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിൻ്റെ വീക്ക്ലി ചാർട്ടിൽ 365 ലെവലിൽ എന്നുള്ളൊരു കറക്ഷനോട് കൂടി 300 താഴെ വന്ന് ആണ് കഴിഞ്ഞ വീക്കിൽ ട്രേഡ് ചെയ്തിരുന്നത്. ഞാൻ ഈ സ്റ്റോക്കിന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു ഡിമാൻഡ് സോൺ നമുക്ക് നേരത്തെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കാം. 284 269 ഇടയിലുള്ളൊരു റേഞ്ചിലായിരിക്കും ഉജ്ജീവൻ ഫിനാൻഷ്യലിന് ഒരു റിവേഴ്സൽ പോയിന്റ് ആയിട്ടുണ്ടാകുക. ഈ ലെവലിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സ്റ്റോക്ക് ഒരു 310 മുകളിലെങ്കിലും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാവുന്ന രീതിയിലേക്ക് ഒരു എൻട്രി ലഭിക്കാവുന്നതാണ്. കാരണം മാർക്കറ്റ് ഉജ്ജീവൻ ഫിനാൻഷ്യൽ സർവീസ് ഷാർപ്പായിട്ടുള്ള ഒരു കറക്ഷനോടുകൂടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു 269 മുകളിൽ ഏതെങ്കിലും ഒരു ലെവലിൽ നമുക്ക് എൻട്രി കിട്ടുകയാണെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒരു പക്ഷേ മാർക്കറ്റ് വീക്കായി നിൽക്കുന്ന ഈ സമയത്ത് ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ കാണുന്നത് അരവിന്ദോ ഫാർമയുടെ ചാർട്ടാണ്. അരവിന്ദോ ഫാർമ 600 ലെവലിലേക്ക് കഴിഞ്ഞ ദിവസം 600 താഴെയും കറക്റ്റ് ചെയ്ത് വളരെ ഷാർപ്പായിട്ടുള്ളൊരു സെൽ ഓഫ് കൂടിയാണ് ട്രേഡ് ചെയ്ത് വരുന്നത്. നമുക്കറിയാം ഇന്ത്യയിലെ ഫാർമ കമ്പനീസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കമ്പനിയാണ് അരവിന്ദോ ഫാർമ. ഈ സ്റ്റോക്കിൽ നമുക്കറിയാം രാകേഷ് ജുൻജുൻവാല പോലെയുള്ള പ്രധാനപ്പെട്ട ഇൻവെസ്റ്റേഴ്സ് എല്ലാം നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളൊരു സ്റ്റോക്കാണ്. പക്ഷേ ഈ സ്റ്റോക്കിന് പലപ്പോഴും വളരെ വലിയ ഫ്ലക്ച്വേഷൻസ് ഉള്ളൊരു സ്റ്റോക്കാണ്. അതേസമയം താഴെ ലെവലിൽ ഈ സ്റ്റോക്ക് സെൽ ഓഫ് ചെയ്ത് വരുമ്പോൾ നമുക്ക് വാങ്ങുകയാണെങ്കിൽ പലപ്പോഴും നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് നേടാൻ സാധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിന് ഈ കൃത്യമായിട്ടൊരു ഡിമാൻഡ് സോൺ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ 591 577 ഇടയിൽ ഒരു നല്ലൊരു ഡിമാൻഡ് സോണാണ്. ഈ ലെവലിൽ നിന്നും റീബൗണ്ട് ലഭിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 100 റുപ്പീസിൻ്റെ ഒക്കെ ഒരു റീബൗണ്ട് മാർക്കറ്റിൽ ഈ അരവിന്ദോ ഫാർമയ്ക്ക് ലഭിക്കാനുള്ളൊരു പൊട്ടൻഷ്യൽ ഞാൻ കാണുന്നുണ്ട്. അതുപോലെ നമുക്ക് ഞങ്ങളുടെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പേഷ്യൻസോടുകൂടി കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു പീരീഡാണ്. ആ പീരീഡിന് നമുക്കറിയാം ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നല്ല ട്രിപ്പിൾ സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻസിൽ ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നൊരു മെത്തേഡ് ഐഡൻറ്റിഫൈ ചെയ്യുകയും ബജറ്റ് കഴിയുന്നതോടുകൂടി പല സ്റ്റോക്ക് അതിന് മുന്നോടിയായിട്ട് പല നല്ല സ്റ്റോക്കുകളും അക്യുമുലേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ബജറ്റ് കഴിയുന്നതിന് ശേഷം ഉണ്ടാകുന്ന റാലിയിൽ ഈ സ്റ്റോക്കുകളെല്ലാം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ നമുക്ക് ലഭിക്കുമെന്നുള്ളൊരു എക്സ്പെക്ടേഷനിൽ തന്നെ കോൺഫിഡൻസോടുകൂടി വാങ്ങി ഹോൾഡ് ചെയ്യുകയാണ് വേണ്ടത്. നമുക്ക് ഞങ്ങളുടെ ട്രിപ്പിൾ സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻസിനെ കുറിച്ച് അറിയാത്തവർക്ക് ഞങ്ങൾ കഴിഞ്ഞ മാസത്തിൽ ബുക്ക് ചെയ്ത 2 റെക്കമെൻഡേഷൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഞങ്ങൾ ഹാവൽസ് എന്ന സ്റ്റോക്ക് ഞങ്ങൾ ട്രിപ്പിൾ സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻസിൽ എൻ്റർ ചെയ്തിരുന്നത് 700-ലാണ്. ഈ സ്റ്റോക്ക് ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് 719 ബുക്ക് ചെയ്തപ്പോൾ ഞങ്ങളൊരു 13% പ്രോഫിറ്റോടുകൂടിയാണ് അത് ബുക്ക് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ RBL ബാങ്കിൽ ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരുന്നത് ഞങ്ങൾ എൻ്റർ ചെയ്തിരുന്നത് 625-ലാണ്. അതിനുശേഷം 700 ലെവലിൽ ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ 12% പ്രോഫിറ്റാണ് ഞങ്ങളവിടെ ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഞങ്ങൾ ട്രിപ്പിൾ സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻസിൽ ഞങ്ങൾ എപ്പോഴും സെലക്ട് ചെയ്യുന്നത് ഫണ്ടമെൻ്റലി വളരെ നല്ല സ്റ്റോക്സിൻ്റെ
ടെക്നിക്കൽ ബ്രേക്കൗട്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം അടുത്ത റെസിസ്റ്റൻസിന് മുന്നോടിയായിട്ട് തന്നെ എക്സിറ്റ് ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജിയാണ്. അങ്ങനെ പല പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് മിനിമം നമ്മളൊരു 12% പ്രോഫിറ്റോടുകൂടി പല പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്കൊരു 100% പ്രോഫിറ്റ് നമുക്ക് ഒരു 1 ഇയറിൽ ലഭിക്കാവുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ് ഞങ്ങൾ ട്രിപ്ലസിംഗ് ഡെലിവറി എന്നുള്ള രീതിയിൽ ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ ടെക്നിക്കൽ ബ്രേക്കൗട്ടുള്ള സ്റ്റോക്കുകളൊന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ HDFC AMC, ഹെക്സാവെയർ, രാജേഷ് എക്സ്പോർട്സ്, വോൾട്ടാസ്, ഹാവൽസ്, വീഗാർഡ്, അതുപോലെ തന്നെ ICICI ബാങ്ക് എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകൾ ട്രേഡിങ്ങിനുള്ളതാണ്, ഇൻവെസ്റ്റ്മെൻറ്റിനുള്ളതല്ല. താങ്ക് യു.